CPM പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിലെ വിമർശനങ്ങൾക്കെതിരെ ആഞ്ഞടിച്ച് ജി സുധാകരൻ. മിണ്ടാതിരിക്കണമെന്ന് ആജ്ഞാപിക്കാൻ തമ്പുരാക്കന്മാരുടെ കാലമല്ല. വായിൽ തോന്നിയത് വിളിച്ചു പറയുന്നയാളല്ല താൻ. വിമർശനം ഉന്നയിച്ച ആൾക്കു പിന്നിൽ ആരോ ഉണ്ടെന്നും തന്നെ അപമാനിക്കാൻ വേണ്ടി പറയിപ്പിച്ചതാണെന്നും ജി സുധാകരൻ തുറന്നടിച്ചു. പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിൽ ഞാൻ പങ്കെടുക്കേണ്ട കാര്യമില്ല. അവിടെ നിന്ന് ആരോ ഒരാളിങ്ങനെ വിളിച്ചു പറയുന്നു, അത് പത്രങ്ങളിലും വരുന്നു. പാർട്ടിക്ക് അകത്ത് പറയുന്നതാണെങ്കിൽ പത്രത്തിൽ വരുന്നില്ലല്ലോ. അപ്പോൾ അത് പത്രത്തിൽ വന്നതുകൊണ്ട് അതിന് എനിക്ക് സമാധാനം പറയാം. അതിനകത്തുള്ളത് തികച്ചും മാർക്സിസ്റ്റ് വിരുദ്ധമായ ആശയമാണ്. ഒന്ന്, വിശ്രമ ജീവിതം നയിക്കുക. എഴുന്നേറ്റ് നടക്കാനാവുന്ന കാലത്തോളം കമ്മ്യൂണിസ്റ്റുകാരന് വിശ്രമമില്ല. മനഃപൂർവ്വം ആക്ഷേപിക്കാൻ, അപമാനിക്കാൻ വേണ്ടി പറഞ്ഞതല്ല പറയിപ്പിച്ചതാണ്. ഇത്തരം രോഗികളൊക്കെ ആലപ്പുഴയിലാണ് ഉണ്ടായിരുന്നത്. കുറച്ചുപേരേ ഉള്ളൂ. ആ രോഗം ഇനി അങ്ങോട്ടും പടർന്നിട്ടുണ്ടാവും. ആരാണ് വൈറസ് അവിടെ കൊണ്ട് കൊടുത്തതെന്ന് എനിക്കറിയില്ല. ആരായാലും ശരി, ഇതൊന്നും ഒരു ഗുണവും ചെയ്യില്ല. പറഞ്ഞാലും ഗുണം ചെയ്യില്ല. പ്രസ്ഥാനത്തിന് എനിക്കൊരു പ്രശ്നമില്ല. ഞാൻ വായി തോന്നുന്നതും പറയുന്ന ആളാണെന്ന് ആരാ പറയുക? വാഗുകൊണ്ടും വയറുകൊണ്ടും അല്ല ഞാൻ സംസാരിച്ചിട്ടുള്ളത്. ഞാൻ സംസാരിച്ച ചിന്താശക്തി കൊണ്ടും വായനാശീലം കൊണ്ടും പരിചയം കൊണ്ടുമാണ്. മിണ്ടാതിരിക്കണമെന്ന് ആജ്ഞാപിക്കാൻ തമ്പുരാക്കന്മാരുടെ കാലമൊന്നുമല്ല. എന്തിനങ്ങനെ വിമർശനം? ഏത് കാര്യമെന്ന് പറയുന്നില്ലല്ലോ. ഇന്നത് പറഞ്ഞത് പാർട്ടി വിരുദ്ധമാണ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്, തിരുത്തിക്കൂടെ? അതില്ല, ആക്ഷേപിക്കാൻ പറയുന്നതാണിത്. ശരത് വിവരങ്ങളുമായി. ശരത്, ഇന്നിപ്പോൾ പറയാൻ ഉറച്ചു തന്നെ അദ്ദേഹം മാധ്യമങ്ങളെ കാണുകയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ പറയുന്ന ഘട്ടത്തിൽ അദ്ദേഹം ഈ വർഷം പങ്കെടുത്ത പരിപാടികളുടെ എണ്ണം അടക്കം ആവർത്തിച്ച് പറയുന്നുണ്ട്. തന്നെ വീട്ടിലിരുത്താനായിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞതിന്റെ ചുരുക്കം. തനിക്കെതിരെ ചിലർ പ്രവർത്തിക്കുന്നത് പത്തനംതിട്ടയിൽ പ്രതിനിധി സമ്മേളനത്തിലുമുണ്ടായി, പറയിപ്പിച്ചതാണ്. ഇവിടെയും അങ്ങനെ ചിലരുണ്ടെന്ന് പറയുന്നു. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ വാചകങ്ങൾ? സ്മൃതി, അതായത് പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിൽ ജി സുധാകരനെതിരെ ഉയർന്ന പ്രധാന വിമർശനം, അതായത് വിശ്രമ ജീവിതത്തിൽ മാധ്യമ ശ്രദ്ധ കിട്ടാൻ വേണ്ടി വായിൽ തോന്നിയത് വിളിച്ചു പറയുന്നു, നിയന്ത്രിക്കണം സുധാകരൻ എന്നൊക്കെയായിരുന്നു പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിൽ വിമർശനമായി അന്ന് മാധ്യമ വാർത്ത വന്നിട്ടുണ്ടായിരുന്നത്. ഇതിനാണ് ഇപ്പോൾ അക്കമിട്ട മറുപടി സുധാകരൻ പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്നാൽ വിശ്രമ ജീവിതമില്ല, എഴുന്നേറ്റ് നടക്കാൻ കഴിയുന്ന കാലത്തോളം താൻ സംസാരിക്കും, ഒപ്പം വീട്ടിലിരുന്ന് വിശ്രമിച്ചാൽ ഭ്രാന്താകും. മാത്രമല്ല, താൻ ഇതുവരെ വിശ്രമിച്ചിട്ടില്ല. ഒരു 4 വർഷത്തിനിടെ 1480 പരിപാടികളിൽ താൻ പങ്കെടുത്തിട്ടുണ്ട്. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത് 4 വർഷമായി 1480 പരിപാടികളിൽ പങ്കെടുത്തു. ഒപ്പം അതേപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ്, അതായത് ജില്ലാ സമ്മേളനത്തിൽ ഈ വിമർശനം ഉയർന്നതിന് പിന്നിൽ ആലപ്പുഴയിൽ നിന്നുള്ള ആളുകൾ ഉൾപ്പെടെ സംശയിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് ആലപ്പുഴയിൽ നേരത്തെ തന്നെ പൊതുപരിപാടികളിൽ വിലക്കുന്ന സമീപനമൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. കല്യാണവും വിവാഹ ചടങ്ങുകളിലുമൊക്കെ തന്നെ തന്നെ ക്ഷണിക്കരുതെന്ന് ചില നിർദ്ദേശങ്ങൾ ആളുകൾക്ക് നൽകി. പക്ഷേ ഇപ്പോഴും 100 കണക്കിന് ക്ഷണമാണ് വരുന്നത്. ആ വൈറസ് പത്തനംതിട്ടയിലേക്ക് പടർന്നിട്ടുണ്ടോ എന്നും സംശയിക്കുന്നതായുമാണ് ഇപ്പോൾ എന്തായാലും സുധാകരൻ പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ വായിച്ചെടുക്കുമ്പോൾ ഒരുപക്ഷെ ഈ വിമർശനത്തിന് പിന്നിൽ ആലപ്പുഴയിൽ നിന്ന് ആരോ ആണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് സുധാകരൻ സംശയിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് എന്തായാലും ഒരു അക്കമിട്ട മറുപടി ഈ വിഷയത്തിൽ നൽകിയിരിക്കുന്നത്. ഒപ്പം ഈ വിഷയത്തിൽ നേരെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രധാനമായും താൻ സംസാരിക്കുന്നത് വായിൽ തോന്നിയ കാര്യങ്ങളല്ല, ചിന്താശേഷി കൊണ്ടും അതേപോലെ തന്നെ വായനാശീലം കൊണ്ടും പരിചയം കൊണ്ടുമാണ് താൻ ഓരോ കാര്യവും സംസാരിക്കുന്നത്. അത് മാധ്യമ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയല്ല. മാത്രമല്ല, ഒരു മാധ്യമ ശ്രദ്ധ കിട്ടുക എന്നുള്ളത് ഒരു പൊതുപ്രവർത്തകന്റെ കഴിവാണ്. അതിൽ ഓരോ വിഷയങ്ങളിലും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ പ്രചരിപ്പിക്കാനാണ് താൻ ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിനൊക്കെ തന്നെ മാധ്യമ ശ്രദ്ധ ആവശ്യവുമാണ് എന്നും അദ്ദേഹം പറയുന്നു. നിലവിലെന്തായാലും ഈ വിഷയത്തിൽ അദ്ദേഹം ആലപ്പുഴയിലെ ചില ആളുകൾ കൂടി സംശയിക്കുന്നുണ്ട് എന്ന് വേണം വായിച്ചെടുക്കാൻ. കാരണം ആലപ്പുഴയിലെ ചില വൈറസുകൾ പത്തനംതിട്ടയിലേക്കും വ്യാപിച്ചിട്ടുണ്ട് എന്ന് കൂടി അദ്ദേഹം പറയുന്നു. ഒപ്പം മിണ്ടാതിരിക്കാൻ ഇത് തമ്പുരാക്കന്മാരുടെ കാലമല്ല എന്ന വിമർശനം കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ രീതിയിൽ ഒരു മുൻകൂട്ടി തയ്യാറാക്കി തന്നെയാണ് അദ്ദേഹം ഈ വിഷയത്തിൽ കൃത്യമായ മറുപടി അക്കമിട്ട് ഇന്നിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. സ്മൃതി, ശരി. ശരത് SS ആണ് വിവരങ്ങൾ നൽകിയത്.